ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്ക് സ്പേസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മലയാളം ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിലെ എഴുത്തുകാരും തൂലികാനാമവും എന്ന ടോപ്പിക്സ് എടുത്തിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇത് ഈ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിക്കാം. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തേതാണ് പാറപ്പുറത്ത്. പാറപ്പുറത്ത് ആരുടെ തൂലികാനാമമാണ്? കെ.ഇ. മത്തായി. കെ.ഇ. മത്തായി. പാറപ്പുറത്ത് കെ.ഇ. മത്തായിയുടെയാണ് തൂലികാനാമം. അടുത്താണ് പമ്മൻ. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ആർ.പി. പരമേശ്വര മേനോനാണ്. ആർ.പി. പരമേശ്വര മേനോൻ. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആർ.പി. പരമേശ്വര മേനോൻ. പി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി എന്ന തൂലികാനാമത്തിൽ പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായരാണ് പി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ.ഇ. മത്തായി. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആർ.പി. പരമേശ്വര മേനോൻ. പി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. അടുത്താണ് മാലി. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? മാധവൻ നായരാണ്. മാധവൻ നായർ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായരാണ്. അടുത്ത മാധവ്. മാധവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി മാധവൻ നായരാണ്. അപ്പം മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായറും മാധവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി മാധവൻ നായറുമാണ്. അടുത്താണ് മലബാറി. മലബാറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കെ.ബി. അബൂബക്കറാണ്. കെ.ബി. അബൂബക്കറാണ് മലബാറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് സഞ്ജയൻ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം.ആർ. നായരാണ്. എം.ആർ. നായരാണ് സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് സരസകവി. അതെല്ലാവർക്കും അറിയായിരിക്കും. സരസകവി എന്നറിയപ്പെടുന്ന ആരാണ്? മൂലൂർ എസ് പത്മനാഭ പണിക്കറാണ് സരസകവി എന്ന് അറിയപ്പെടുന്നത്. മൂലൂർ എസ് പത്മനാഭ പണിക്കർ. അടുത്താണ് വിലാസിനി. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? എം.കെ. മേനോനാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? എം.കെ. മേനോനാണ്. എം.കെ. മേനോൻ. അടുത്താണ് സിനിക്ക്. സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സിനിക്ക് എം. വാസുദേവൻ നായരാണ്. എം. വാസുദേവൻ നായർ. സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാണ് എം. വാസുദേവൻ നായർ. അപ്പോൾ പാറപ്പുറത്ത് ആരുടെയാണ്? കെ.ഇ. മത്തായിയുടേതാണ്. പാറപ്പുറത്ത് എന്ന തൂലികാനാമം കെ.ഇ. മത്തായിയുടേതാണ്. പമ്മൻ എന്നറിയപ്പെടുന്ന ആർ.പി. പരമേശ്വര മേനോനാണ്. പമ്മൻ എന്ന തൂലികാനാമം ആർ.പി. പരമേശ്വര മേനോനാണ്. പി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മാധവൻ നായർ. മാധവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി മാധവൻ നായർ. മലബാറി എന്നറിയപ്പെടുന്നത് കെ.ബി. അബൂബക്കർ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം.ആർ. നായർ. സരസകവി എന്നറിയപ്പെടുന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കർ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം.കെ. മേനോന്. സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം. വാസുദേവൻ നായരാണ്. അടുത്താണ് സുമംഗല. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ലീല നമ്പൂതിരിപ്പാടാണ്. ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ലീല നമ്പൂതിരിപ്പാട്. അടുത്താണ് കൽക്കി. കൽക്കി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ആർ. കൃഷ്ണമൂർത്തിയാണ്. ആർ. കൃഷ്ണമൂർത്തി. കൽക്കി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആർ. കൃഷ്ണമൂർത്തിയാണ്. അടുത്താണ് കോഴിക്കോടൻ. കോഴിക്കോടൻ എന്നറിയപ്പെടുന്ന ആരാണ്? കെ. അപ്പുക്കുട്ടൻ നായരാണ്. കോഴിക്കോടൻ എന്നറിയപ്പെടുന്ന കെ. അപ്പുക്കുട്ടൻ നായരാണ്. ബാലമുരളി. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ഒ.എൻ.വി. കുറുപ്പാണ്. ബാലമുരളി ഒ.എൻ.വി. കുറുപ്പാണ്. അടുത്ത കേരളൻ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അടുത്താണ് പ്രേംജി. പ്രേംജി എന്നറിയപ്പെടുന്ന ആരാണ്? എം.ബി. ഭട്ടതിരിപ്പാടാണ്. പ്രേംജി എം.ബി. ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഭട്ടതിരിപ്പാട് പഠിച്ചായിരുന്നു, എം.ആർ. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം എങ്ങനെയാണ്? എം.ആർ.ബി. ആണ്. എം.ആർ.ബി. അപ്പോൾ എം.ആർ.ബി. എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം.ആർ. ഭട്ടതിരിപ്പാടും പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എം.ബി. ഭട്ടതിരിപ്പാടുമാണ്. അപ്പോൾ മാറിപ്പോരുത്. പ്രേംജി എം.ബി. ഭട്ടതിരിപ്പാട്. അടുത്താണ് പ്രഭ. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അടുത്താണ് മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കെ.എസ്. കൃഷ്ണപിള്ളയാണ്. കെ.എസ്. കൃഷ്ണപിള്ള. അടുത്താണ് സുരേന്ദ്രൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഇ.എം.എസ്. ആണ്. സുരേന്ദ്രൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഇ.എം.എസ്. ആണ്. ഇ.എം.എസ്. അടുത്താണ് തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആർ. രാമചന്ദ്രൻ നായരാണ്. ആർ. രാമചന്ദ്രൻ നായരാണ് തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്.
അപ്പോൾ സുമംഗല എന്നറിയപ്പെടുന്ന ലീല നമ്പൂതിരിപ്പാട്, കൽക്കി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആർ കൃഷ്ണമൂർത്തി, കോഴിക്കോടൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത് കെ അപ്പുക്കുട്ടൻ നായർ, ബാലമുരളി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ONV കുറുപ്പ്, കേരളൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, പ്രേംജി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന MB ഭട്ടതിരിപ്പാട്, പ്രഭ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, മീശാൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന KS കൃഷ്ണപിള്ള, സുരേന്ദ്രൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന EMS, തുളസി വനം എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന R രാമചന്ദ്രൻ നായർ. അടുത്താണ് വൈശാഖൻ. വൈശാഖൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MK ഗോപിനാഥൻ നായരാണ്. MK ഗോപിനാഥൻ നായരാണ് വൈശാഖൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് ബോധേശ്വരൻ. ബോധേശ്വരൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കേശവപിള്ളയാണ്. കേശവപിള്ളയാണ് ബോധേശ്വരൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് ഇടപ്പള്ളി. ഇടപ്പള്ളി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അറിയാം എല്ലാവർക്കും, രാഘവൻ പിള്ളയാണ്. ഇടപ്പള്ളി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന രാഘവൻ പിള്ളയാണ്. അടുത്താണ് ബെന്യാമിൻ. ബെന്യാമിൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അതും എല്ലാവർക്കും അറിയാം, ബെന്നി ഡാനിയലാണ്. ബെന്നി ഡാനിയലാണ് ബെന്യാമിൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് ജി. ജി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അതും എല്ലാവർക്കും അറിയാം, ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ജി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ജി ശങ്കരക്കുറുപ്പാണ്. അടുത്താണ് NN കക്കാട്. NN കക്കാട് എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? നാരായണൻ നമ്പൂതിരിയാണ്. നാരായണൻ നമ്പൂതിരിയാണ് NN കക്കാട് എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് സാഹിത്യ പഞ്ചാനനൻ. സാഹിത്യ പഞ്ചാനനൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PK നാരായണ പിള്ളയാണ്. PK നാരായണ പിള്ളയാണ് സാഹിത്യ പഞ്ചാനനൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് EM കോവൂർ. EM കോവൂർ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? മാത്യു ഐപ്പാണ്. മാത്യു ഐപ്പ്. അടുത്താണ് കുറ്റിപ്പുറം. കുറ്റിപ്പുറം എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന കേശവൻ നായരാണ്. കുറ്റിപ്പുറം എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത് കേശവൻ നായരാണ്. അടുത്താണ് സീതാരാമൻ. സീതാരാമൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? P ശ്രീധരൻ പിള്ളയാണ്. P ശ്രീധരൻ പിള്ളയാണ് സീതാരാമൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പം വൈശാഖൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MK ഗോപിനാഥൻ നായർ. ബോധേശ്വരൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത് കേശവപിള്ള. ഇടപ്പള്ളി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന രാഘവൻ പിള്ള. ബെന്യാമിൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ബെന്നി ഡാനിയൽ. ജി എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന ജി ശങ്കരക്കുറുപ്പ്. NN കക്കാട് എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന നാരായണൻ നമ്പൂതിരി. സാഹിത്യ പഞ്ചാനൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന PK നാരായണ പിള്ള. EM കോവൂർ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന മാത്യു ഐപ്പ്. കുറ്റിപ്പുറം എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന കേശവൻ നായർ. സീതാരാമൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന P ശ്രീധരപിള്ള. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നമ്മുടെ എഴുത്തുകാരും തൂലികാനാമം എന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.